അർജുനായങ്കിയെ കണ്ടെത്താൻ പോലീസ് നെട്ടോട്ടമോടുന്നതിനിടെ വീണ്ടും വീഡിയോ സന്ദേശം. കള്ളക്കേസ് ചുമത്തി പോലീസ് വേട്ടയാടുകയാണെന്നാണ് ആരോപണം. ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി നിരന്തരം പേനയുന്നതിന്റെ ഭാഗമായിട്ടാണ് ആരുടെയോ പ്രേരണ കൊണ്ട് ഞാൻ പാർട്ടി ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ഈ ഒരു കേസ് നേരിട്ടിട്ട് ജയിലിലേക്ക് പോണ്ടി വന്നത്. അപ്പൊ അതിന്റെ എല്ലാ സങ്കടമുണ്ട്, മനസ്സിലായില്ല. വെല്ലുവിളിച്ചിട്ട് ഒരു സിസ്റ്റത്തെയും ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല. എന്നെ വെല്ലുവിളിച്ച ആൾക്കാരെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ. എനിക്കിവിടെ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട. എനിക്ക് വേറൊരു നീതി, മറ്റുള്ളവർക്ക് വേറൊരു നീതി ഒന്നും വേണ്ട. ഒരു ആനുകൂല്യവും ഞാൻ ചോദിക്കുന്നില്ല, ഒരു സഹായവും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം, പുനരന്വേഷിക്കുക കേസുകൾ, അത്രമാത്രം. എല്ലാവിധ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ മാനസികമായി തയ്യാറായിട്ട് തന്നെയാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. മലപ്പുറം എടപ്പാളിലെത്തിയ ആയങ്കിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സഹായികളായ 4 പേർ എടപ്പാളിൽ കസ്റ്റഡിയിലായി. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ കണ്ണൂർ വളപട്ടണം പോലീസും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാർ കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച വാഹനമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കോഴിക്കോട് റൂറൽ മേഖലയിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധനയുണ്ട്. ഇതിനിടെ ഊന്നുകല്ല് പോലീസ് അറസ്റ്റ് ചെയ്ത അർജുന്റെ സുഹൃത്തുക്കൾക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും അവർ വീട്ടിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. AK അഭിലാഷ് ഉണ്ട്, TV പ്രസാദ് ഉണ്ട്. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇപ്പോൾ തെരച്ചിൽ വടക്കൻ കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും അർജുനായങ്കിയുടെ പൊടി പോലും കണ്ടെത്താൻ സാധിച്ചില്ല. വളയത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് അർജുനായങ്കി എത്തി എന്ന സന്ദേശത്തെ തുടർന്നാണോ ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്നത്? ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഡോക്ടർ അരുൺ, എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നത്. കാരണം തൃശ്ശൂരും മലപ്പുറത്തും പാലക്കാടും ഒക്കെ പരിശോധന നടത്തി. നേരത്തെ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടി തന്നെയാണ് പല സ്ഥലങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തത്. അർജുൻ ആയെങ്കിൽ സംസ്ഥാന പാത വിട്ട് ദേശീയപാതയിലൂടെ അല്ലെങ്കിൽ ഊടുവഴികളിലൂടെ കോഴിക്കോട്ടെത്താനുള്ള സാധ്യത തന്നെയാണ് അവർക്ക് വിലയിരുത്തുന്നത്. അതായത് പാലക്കാട്, മലപ്പുറം ജില്ലകളിലൂടെ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വളയം മേഖലയിലേക്കായിരിക്കും എത്തുക എന്നുള്ളൊരു അനുമാനം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ലഭ്യമാവുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവരുടെ അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ പരിശോധനയിലൂടെ വ്യക്തമാവുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലൊരു പരിശോധനയാണ് ഇപ്പോൾ വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നത്. ചെക്യാട് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ കണ്ണൂർ, കോഴിക്കോട് ജില്ലാ അതിർത്തികളിലുമാണ് ഇപ്പോൾ വ്യാപകമായ പരിശോധന നടക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം കായലോട്ട് താഴെ, അതോടൊപ്പം തന്നെ ചെക്യാട് പഞ്ചായത്തിലെ അതേരി, വളയം, അതോടൊപ്പം തന്നെ ചുഴലി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മൊബൈൽ ഫോൺ വഴിമാറ്റി വിട്ടും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ മാറിക്കയറിയും ഒക്കെയാണ് അർജുൻ ആയെങ്കി പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. പോലീസ് സർവ്വസജ്ജമായി അന്വേഷണം നടത്തുമെങ്കിൽ പോലും അവിടെ കണ്ണുപെട്ടിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഇത്രയും സജ്ജമായ പോലീസ് സന്നാഹത്തെ ഒക്കെ വഴി തിരിച്ചുവിടാൻ അർജുൻ ആയെങ്കിക്ക് കഴിയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട മാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രാത്രിയിൽ കൂടി ശക്തമായ ഒരു അന്വേഷണത്തിലേക്കും പരിശോധനകളിലേക്കും പോലീസ് കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അവരുടെ വാഹനം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യത വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, വീണ്ടും വീഡിയോ സന്ദേശവുമായി ആയെങ്കി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആയെങ്കിക്കായി പോലീസ് വലവിരിക്കുമ്പോഴാണ് ആയെങ്കി ചിലത് പറഞ്ഞുകൊണ്ട് വീഡിയോ സന്ദേശം നൽകിയിരിക്കുന്നത്. എന്താണ് ആയെങ്കി പറയാൻ ഉദ്ദേശിക്കുന്നത്? ആയെങ്കി കീഴടങ്ങാൻ ഉദ്ദേശമില്ലെന്നാണോ വീഡിയോ സന്ദേശത്തിലൂടെ മനസ്സിലാകുന്നത്? അരുൺ, അർജുൻ ആയെങ്കിയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് സംഘം തലങ്ങും വിലങ്ങും പായുകയാണ്. അതിനിടയിലാണ് ഒരു വീഡിയോ സന്ദേശം പുറത്തേക്ക് വന്നത്. അതായത് താൻ ആരെയും വെല്ലുവിളിച്ചിട്ടില്ല, താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, നിരന്തരമായി തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. തെറ്റ് നേരത്തെ ചെയ്തിരുന്നു എന്ന് ഈ വീഡിയോയിലുടനീളം പരിശോധിച്ചാൽ അങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അന്ന് തെറ്റ് ചെയ്തിട്ടില്ല, തന്നെയും കൂട്ടുകാരെയും കുടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി നിയമപരമായി നേരിടും എന്നാണ് അർജുൻ ആയെങ്കി ഈ ഓഡിയോയിൽ, ഈ വീഡിയോ സന്ദേശത്തിൽ വിശദീകരിക്കുന്നത്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയെങ്കിയെ ന്യായീകരിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പോലീസ് നടപടിയെടുത്തോട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അർജുൻ ആയെങ്കിക്ക് CPM-മായി ഒരു ബന്ധവുമില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അർജുൻ ആയെങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. ഞാനിപ്പോൾ ഞാനെന്ത് പറയാനാ?
അർജുനായിക്കെതിരെ തോക്ക് ഉപയോഗിക്കരുത് ഞാൻ പറയണോ നിങ്ങളോട്? അർജുനായങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ, അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഈ അർജുനായങ്കിന്റെ വലിയ ചർച്ചയാണ്. ഞങ്ങൾക്കെന്ത് ബന്ധം ഈ ആയങ്കിയായിട്ടൊന്നും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. CPM-ഉമായിട്ട് ആയങ്കിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാന്ന് ഇപ്പം പറഞ്ഞല്ല, മുമ്പേ പറഞ്ഞാണ്. വീണ്ടും പോസ്റ്റുമായിട്ട് അർജുനായങ്കി എത്തിയിട്ടുണ്ട്. MV ജയരാജന് നമുക്ക് അതിനു മുമ്പ് MV ജയരാജൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അർജുനായങ്കിയെ കുറിച്ച്. അതിന് അർജുനായങ്കി ഇപ്പോൾ ഒരു മറുപടി സന്ദേശവും നൽകിയിട്ടുണ്ട്. തൂഫാനെ പോലെ ആയങ്കിയെ തൂക്കണം, തൂക്കി കൊല്ലലല്ല, പിടിക്കണം. അതിന് കരുത്ത് ആഭ്യന്തരമന്ത്രി കാണിക്കണം. പോലീസിനെ ഉപയോഗിച്ച് ആയെങ്കിൽ എവിടെയാണോ അവിടെ പോയി പിടിക്കണം. കേസുകളിൽ പ്രതിയായ ഒരാൾ പോലീസിനെ വെല്ലുവിളിച്ച് നടക്കുന്നത് ആശ്ചര്യകരമാണ്. കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു പിന്തുണയും CPM-നോ ഇടതുപക്ഷത്തിനോ സോഷ്യൽ മീഡിയയിലുള്ള ആശയപ്രചരണത്തിൻ്റെ ആവശ്യമില്ല. വീണ്ടും അർജുനായങ്കി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. MV ജയരാജന് മറുപടിയാണ് പുതിയ പോസ്റ്റ്. സായികുമാറുണ്ട്. സായികുമാർ, പോലീസ് വലവിരിക്കുകയാണ്. അർജുനായങ്കി എവിടെയോ സുഖമായിരുന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ MV ജയരാജന് ഉള്ള മറുപടി എന്ന മട്ടിൽ അർജുനായങ്കി വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്താണ് പുതിയ പോസ്റ്റിൽ പറയുന്നത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അർജുനായങ്കി അറിയുന്നുണ്ട്. ഓരോ മണിക്കൂറിലും ഓരോ പോസ്റ്റ് എന്ന രീതിയിൽ ഇപ്പോൾ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ അല്പം മുമ്പാണ് MV ജയരാജൻ അർജുനായങ്കിയെ തള്ളിപ്പറയുകയും പോലീസിനെതിരായ വിമർശനങ്ങളെ ആ രീതിയിൽ തന്നെ നിയമപരമായി നേരിടണം എന്നടക്കമുള്ള പ്രതികരണം നടത്തിയത്. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, തള്ളിപ്പറയുന്നതിന് മുൻപ് താൻ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് MV ജയരാജനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മുൻപ് സഖാക്കൾക്ക് കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ മറന്ന് താൻ ഉണ്ടായിരുന്നു എന്നുകൂടി MV ജയരാജനെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ പേരിൽ താൻ ഒരുപാട് നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടപ്പോഴെല്ലാം സമൂഹ മാധ്യമങ്ങളിലായാലും അല്ലാതെ ആയാലും താൻ നിരവധി കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള തന്നെ പിന്തുണക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ പിന്നിൽ നിന്ന് കുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഡോക്ടർ ഓക്കെ, പ്രേക്ഷകർക്ക് നമ്മുടെ 4 സ്ക്രീനിലായിട്ട് കാണാം. ആയെങ്കിൽ എടപ്പാളിലെത്തിയ ദൃശ്യം കൃത്യമായി തന്നെ ക്യാമറയിലുണ്ട്. ആയെങ്കിൽ പാലിയേക്കരയിലെത്തിയ ദൃശ്യം കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വീഡിയോ സന്ദേശവും പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ പുതിയ പോസ്റ്റുമായിട്ട് അർജുനായങ്കി എത്തിയിട്ടുണ്ട്. പക്ഷേ അർജുനായങ്കി തപ്പി പോലീസ് ഇപ്പോഴും യാത്ര തുടരുകയാണ്. കാണാമറയത്താണ് അർജുനായങ്കി.